നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾ പുതിയതായി പരിചയപ്പെട്ട ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ്? അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, എന്താണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ എന്താണ് ഈ വ്യക്തിയുടെ ഉദ്ദേശം? ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഓറക്കൽ മെസ്സേജ് അയച്ചിട്ടാണ് തുടങ്ങുന്നത്. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ അറിയില്ല. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു കാർഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഡിലേസിനെ കുറിച്ചിട്ടുള്ള കാർഡാണത്. എന്ന് വെച്ചാല് നിങ്ങളിപ്പോ പല കാര്യങ്ങളും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തുടങ്ങാൻ പോകുമ്പോ ഇതിനകത്ത് സമയമാകാത്തത് കൊണ്ട് തന്നെ ഡിലേസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോ നിങ്ങൾ തുടങ്ങേണ്ട കാര്യങ്ങളല്ല ഇതെന്നാണ് പറയുന്നത്. ഇത് തുടങ്ങാനുള്ള സമയമായിട്ടില്ല ഇതുവരെ. അത് തുടങ്ങാനുള്ള സമയമാകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും, അപ്പോ തുടങ്ങിയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങള് ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആളുകളാണെന്നാണ് ദൈവം പറയുന്നത് കേട്ടോ. ദൈവാനുഗ്രഹം ഉള്ളവരാണ്. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്ന കാര്യം നടക്കാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചത് കൊണ്ടാണ് ആ മറ്റേ കാർഡ് വന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട കാര്യങ്ങൾ വരാനുള്ള സമയമായിട്ടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഓക്കെ, അപ്പോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന ഈ വ്യക്തിയുടെ എന്താണ് എനർജി? ഈ വ്യക്തി സ്ത്രീ ആവാം, പുരുഷനാവാം കേട്ടോ. നിങ്ങളും സ്ത്രീ ആവാം, പുരുഷനാവാം. ആരാണെന്ന് വെച്ചാല് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക. ഇത് എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ, ഈ വ്യക്തിയുടെ ഉദ്ദേശം, പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ വ്യക്തിയുടെ ഉദ്ദേശമാണ് നമ്മൾ നോക്കുന്നത്. ആ വ്യക്തിയുടെ എനർജിയാണ്, ഇപ്പോഴത്തെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഈ വ്യക്തി വളരെയധികം സ്ട്രോങ് ആയ ഒരു പേഴ്സണാലിറ്റിയാണ്. അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ് ഇത് കാണിക്കുന്നത്. അതാവണം എന്നില്ല, പക്ഷെ ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്ന എനർജി അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. ഈ ഇതൊരു ക്വീൻ ആണ്, കല്യാണം കഴിച്ച ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോ ഭർത്താവ് മരിച്ച, ഭാര്യ മരിച്ച, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്ത, സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. കുട്ടികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് നേരെ മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ്. സത്യം പറയുന്ന ഒരു എനർജിയാണ്, ഒന്നും മറച്ചു വെക്കുന്ന എനർജി അല്ല. വളരെ ലോയൽ ആണ് നിങ്ങളോട്, വളരെ ലോയൽ ആയ ഒരു എനർജിയാണ്. പക്ഷേ ഈ വ്യക്തി, നിങ്ങളിപ്പോ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് ആ വ്യക്തി നിങ്ങളോട് ഇമോഷണൽ ആയിട്ടായിരിക്കില്ല അതിനെ ഡീൽ ചെയ്യുന്നത്. വളരെ പ്രാക്ടിക്കൽ, ലോജിക്കൽ ആയിട്ട് ചിന്തിച്ച് ഹൃദയത്തെക്കാൾ കൂടുതൽ തല കൊണ്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അത്ര ഇമോഷണൽ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇമോഷണൽ സപ്പോർട്ട് ആയിരിക്കും. കരയുമ്പോ കൂടെ ഇരുന്ന് നിങ്ങളെ സമാധാനിപ്പിക്കുന്ന ഒരു എനർജി അല്ല. എന്താണ് ഈ പ്രോബ്ലത്തിന് എന്താണ് സൊല്യൂഷൻ, പ്രോബ്ലം എന്താണെന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഇതാണ്, ഇത് നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ കൈപിടിച്ചോ, അയ്യോ കരയുന്ന എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ഒരു എനർജി ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. അങ്ങനത്തെ ഒരു എനർജിയേ അല്ല ഇത്. വളരെ സ്ട്രോങ് ആയ ഒരു എനർജിയാണ് ഈ വ്യക്തി. എന്താണ് ഇവരുടെ സ്വഭാവം? ഇവരുടെ സ്വഭാവം നമ്മൾ കണ്ടതാണ്. അവരുടെ സ്വഭാവം കുറച്ചൊരു റൂഡായിട്ട് സംസാരിക്കുന്ന, എന്നുവെച്ചാൽ പച്ചയായിട്ട് കാര്യങ്ങൾ പറയുന്ന, ഇമോഷണൽ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാത്ത ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. ഇവർക്ക് ഇഷ്ടംപോലെ മാനസിക സംഘർഷങ്ങൾ എല്ലാം ഉള്ള ഒരു എനർജിയാണ് കേട്ടോ. ഇവർക്ക് എന്തോ ഒരു കാര്യം തീരുമാനം എടുക്കാനുണ്ട്. അപ്പോ ഇവിടെയും അക്വേറിയസ്, ഇത് പ്യോർലി അക്വേറിയസ്, ലീബ്ര, ജെമിനി സോഡിയാക് സൈൻ ആണ് ഇവിടെ വരുന്നത്. പക്ഷെ മിക്കവാറും അക്വേറിയസ് ആവാനാണ് ചാൻസ്. കാരണം വളരെ ലോജിക്കൽ ആയിട്ട് പെരുമാറുന്ന എനർജിയാണ്. എയർ സൈൻസ് പൊതുവെ ഇമോഷൻസ് കുറഞ്ഞവരായിരിക്കാം. അവർക്ക് ആരോടും അറ്റാച്ച്മെന്റ് അങ്ങനെ
കൂടുതലായിട്ട് അറ്റാച്ച് ചെയ്യില്ല. അവർക്ക് അറ്റാച്ച്മെന്റ് ഒരാളോട് വന്നാൽ തന്നെ സമയമാവുമ്പോൾ ഇവർക്ക് അതുകൊണ്ട് ഗുണമില്ല, അല്ലെങ്കിൽ ഇതൊരു ശരിയായ വഴിയല്ല എന്ന് ഉടനെ ഡിറ്റാച്ച് ചെയ്യുന്ന എനർജികളാണ്. മനസ്സിലായി? അങ്ങനത്തെ എനർജികളാണ് എയർ സയൻസ്. സോറി. അപ്പൊ ഈ വ്യക്തിക്ക് ഇഷ്ടം പോലെ എന്തോ ഒരു പ്രശ്നം ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോ അതിന് വേണ്ടിയിട്ടാണ്, ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ അത് തുറന്ന് പറയണമോ എന്ന് തീരുമാനിച്ചിട്ടില്ല. വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തോ ഒരു കാര്യം അറിയുന്നതായിരിക്കാം. അപ്പോ അത് നിങ്ങളെ അറിയിക്കണമെന്ന് ഈ വ്യക്തിക്ക്, നിങ്ങളെക്കുറിച്ച് എന്തോ ഒരു കാര്യം ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്രശ്നമാകുന്ന എന്തോ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. പക്ഷേ എപ്പോൾ സംസാരിക്കണം, ഇപ്പൊ സംസാരിച്ചാൽ ശരിയാകുമോ, അവിടെ ഒരു ഡിലേ കണ്ടില്ലേ ഓറക്കിൾ മെസ്സേജിൽ? അതുപോലത്തെ ഒരു അവസ്ഥയാണ്. ഇവര് തീരുമാനിച്ചിട്ടില്ല നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയണമോ എന്ന്. കാരണം നിങ്ങൾ അത് എങ്ങനെ എടുക്കുമെന്ന് ഈ വ്യക്തിക്ക് അറിയില്ല. ഈ വ്യക്തിക്ക് സ്വീറ്റ് ടോക്ക്, ചിരിച്ചുകൊണ്ട് അല്ല അതുപോലെ നുണ പറയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊള്ളയായ വാക്കുകൾ, സന്തോഷം തരുന്ന വാക്കുകൾ ഉപയോഗിക്കാനോ അറിയാത്ത ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങൾ കുറച്ച് ഇമോഷണൽ ആണെന്ന് ഈ വ്യക്തിക്ക് തോന്നുന്നത് കൊണ്ട് നിങ്ങൾ ഇത് എങ്ങനെ എടുക്കും? ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആരെയോ കുറിച്ചിട്ട് എന്തോ ഒരു വലിയ സീരിയസ് ആയ കാര്യം ഈ വ്യക്തി അറിഞ്ഞിട്ടുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. ഇപ്പൊ ഈ വ്യക്തിക്ക് ഇത് പറയാത്തത് കൊണ്ട് മാനസിക വിഷമമുണ്ട്. ഇത് നിങ്ങൾ അറിയണം. അപ്പൊ ഇതുകൊണ്ട് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് കുറെ നാള് ആലോചിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നിങ്ങളോട് ഇത് തുറന്ന് പറയണമോ എന്നൊരു ഡിസിഷൻ ഈ വ്യക്തി എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. കേട്ടോ? അപ്പൊ കുറച്ച് ഈ വ്യക്തിയും മാനസികമായ കുറച്ച് സംഘർഷത്തിൽ കൂടെ പോകുന്നു. ഇത് നിങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്. അവസ്ഥ, ഇവരുടെ അവസ്ഥ എന്താണ്? ഇവരൊരു വളരെ, ഇവിടെ നമ്മൾ കണ്ടു ഇവര് ക്വീൻ ആണെന്ന്. ഇവര് വളരെ കഴിവുള്ള, കേപ്പബിൾ ആയ ഒരു എനർജിയാണ്. ചിലപ്പോൾ ഒരു ടീച്ചർ ആവാൻ വഴിയുണ്ട്, ഒരു ഹെഡ് മിസ്ട്രസ് ആവാൻ വഴിയുണ്ട്, ഒരു ബിസിനസ് ഓണർ ആണ് ഇവര്. അപ്പോ ഇവര് തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു എനർജിയാണ്. പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടു ഇവർക്ക്. ഇവരുടെ പ്രശസ്തി, പേര്, ഇവരുടെ കഴിവുകള് അതാരോ കൂടെ നിന്ന് തട്ടിപ്പറിച്ച പോലെ, ഇവരെ പറ്റിച്ചു എടുത്തതുപോലെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവര് ഭയങ്കര കഴിവുള്ള ഒരു എനർജി ആയിരുന്നു. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പൊ ഇവര് എല്ലാത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടിരിക്കുന്ന പോലെയാണ് ഇവിടെ ജെമിനായി സോഡിയാക് സൈനെ കാണിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. അപ്പൊ എന്തൊക്കെയോ ഇവര് മൊത്തത്തിൽ ഇവരൊന്നും ഇല്ലാതെ ആക്കി കളഞ്ഞു ആരോ. അത് നിങ്ങളുമായി ബന്ധപ്പെട്ട ആരോ ഒരാളാണ്. അതാണ് ഇവര് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവരെ സോറി, സ്ത്രീയാണോ പുരുഷനാണോ എന്ന് അറിയില്ല, ഇവരെ പറഞ്ഞു പറ്റിച്ചിട്ട് മുങ്ങിക്കളഞ്ഞ ഒരാൾ, ഉപേക്ഷിച്ചിട്ട് പോയ ഒരാള് നിങ്ങളുടെ കൂടെയുണ്ട്. ആ വ്യക്തിയെ കുറിച്ചാണ് ഈ വ്യക്തി ഈ എനർജി പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് പക്ഷേ നിങ്ങൾക്ക് വേദന വരും, നിങ്ങൾക്ക് അത് വിഷമമാകും എന്ന് ഈ വ്യക്തിക്ക് അറിയുന്നത് കൊണ്ടാണ് തുറന്ന് പറയാത്തത്. പക്ഷേ ഈ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി നിങ്ങളെയും പറ്റിക്കും എന്നൊരു ചിന്ത ഇവർക്കുണ്ട്. കാരണം നിങ്ങളോടും ഈ വ്യക്തി വളരെ കള്ളത്തരം പറയുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരു വ്യക്തിയുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പണി തരുന്നത്. അത് പക്ഷെ ആ വ്യക്തിയുടെ സ്വഭാവം ഇരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായിട്ട് വന്ന് കയറിയിട്ടുള്ള ഈ വ്യക്തിയാണ്, ഈ എനർജിയാണ്. ഇവർക്ക് മാത്രമേ നിങ്ങളുടെ കൂടെയുള്ള ആളുടെ ശരിക്കുമുള്ള സ്വഭാവം മനസ്സിലായിട്ടുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇവര് വന്നിട്ടുള്ളതിന് ഉദ്ദേശം നമ്മൾ കണ്ടു. എന്നാലും നമുക്കൊന്ന് ചോദിക്കാം, ഇവര് ഈ വന്ന് കയറിയത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇവര് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇവരൊരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കേട്ടോ? അത് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ, ഇതൊരു സ്ത്രീ ആവാം പുരുഷനാവാം കേട്ടോ. കാരണം ഇവിടെ ലവേഴ്സ് കാർഡും 2 ഓഫ് കപ്സും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് നിങ്ങളോടൊരു മാനസിക അടുപ്പം തോന്നുന്നുണ്ട്. ഇത് സ്ത്രീ ആവാം പുരുഷനാവാം, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കണമെന്ന് വേണ്ടി വരുന്ന ഒരു എനർജി ആവാം കേട്ടോ. അപ്പൊ ഇവർക്ക് എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണം. ഇവർ തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയണം.
നിങ്ങളോട് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന, ഇവരുടെ ജീവിതത്തിൽ ഓൾറെഡി വന്നിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് നിങ്ങളോട് കാര്യങ്ങൾ പറയണം. നിങ്ങളെ ഇതിൽ നിന്ന്, ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റണം എന്ന് ഇവർ നിങ്ങളോട് ഒരു ആത്മബന്ധം തോന്നുന്നുണ്ട് ഇവർക്ക്. മനസ്സിലായി? അതുകൊണ്ടാണ് ഇവര് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. അതുമല്ല, നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്ന ഒരു എനർജിയാണ്. ഇവര് സ്നേഹിച്ചിരുന്ന, മേ ബി ഇപ്പോഴും സ്നേഹിക്കുന്ന, നിങ്ങൾ ഇപ്പോൾ സ്നേഹിക്കുന്ന ഒരു എനർജിയാണ് ഈ വന്നിരിക്കുന്നത്. നിങ്ങളുടെ കൂടെയുള്ള ഒരാളാണ് ഈ നിങ്ങളുടെ ലവർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ആ വ്യക്തിയെ കുറിച്ചാണ് ഇവര് നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച് നമുക്ക് ഒരു പരിചയവുമില്ലാത്ത ഒരാൾ വന്ന് നമ്മളോട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കും? അപ്പൊ അതുകൊണ്ടാണ് ഇവരിങ്ങനെ പതുക്കെ നിങ്ങളുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇവരുടെ ഉദ്ദേശം നല്ലതാണ്. നിങ്ങൾക്ക് ഇവര് പറയുന്നത് വിശ്വസിക്കാം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ചിലപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരുടെയെങ്കിലൊക്കെ ലൈഫിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞിരിക്കാം. ചിലപ്പോ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറിയിട്ടേ ഉണ്ടാവുള്ളൂ. ചിലപ്പോ ഇത് ഓൾറെഡി, അല്ലെങ്കിൽ ഈ വ്യക്തി പ്ലാൻ ചെയ്യുന്നേ ഉണ്ടാവുള്ളൂ. എന്തായാലും ഇങ്ങനെ ഒരു വ്യക്തി ആരുടെയൊക്കെയോ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ക്യാൻസർ, പിന്നെ ജെമിനായി സ്ട്രോങ് ആണ് ഈ റീഡിങ്ങില്. അതുപോലെ തന്നെ അക്വേറിയസ്, ലീബ്ര. എന്ന് വെച്ചാല് ഇത് 3 പ്രാവശ്യം ആ കാർഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന, നിങ്ങളുടെ ലൈഫിലുള്ള ഒരു സോൾമേറ്റ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആ ട്വിൻ ഫ്ലെയിം ആണ് ആ വ്യക്തിയുമായിട്ട്. ചില സമയത്ത് ഈ ട്വിൻ ഫ്ലെയിം എന്നൊക്കെ നമ്മൾ അങ്ങ് ഗണിച്ചെടുക്കുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ബ്ലോക്ക്ഡ് ആണോ? എന്തായാലും നിങ്ങൾ വിചാരിക്കുന്ന നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മളോട് അട്രാക്റ്റഡ് ആവുന്ന അവരും അതുപോലെ പ്രതികരിക്കും. പക്ഷെ നമ്മൾ വിളിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ എടുക്കുന്നു, നമ്മളുടെ മെസ്സേജസ് പെട്ടെന്ന് ലവ് ബോംബിംഗ് എന്ന് പറയും കാരണം തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു കെയറിങ്ങും അതും ഇതുമൊക്കെ തരുമ്പോ അവിടെ നമ്മൾ കൂടുതൽ അറ്റാച്ച്മെന്റിലേക്ക് പോകും. നമ്മൾ ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് പെട്ടെന്ന് റിലേഷൻഷിപ്പ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പോലെ പെട്ടെന്ന് ആളി പിടിക്കുന്നത്. മനസ്സിലായ? പക്ഷെ കുറച്ച് കഴിയുമ്പോൾ, 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ പതുക്കെ ഈ വ്യക്തി അകലാൻ തുടങ്ങും. നിങ്ങൾക്ക് കിട്ടുന്ന ഈ അറ്റൻഷൻ കുറയാൻ തുടങ്ങും. നിങ്ങൾ ടെൻഷനിലാവും. ഇതെന്താണ് ഇപ്പൊ വിളിക്കാത്ത, ഇപ്പം ഫോൺ ചെയ്യുന്നില്ല, ഇപ്പോ ഞാൻ ഫോൺ ചെയ്താൽ എടുക്കുന്നില്ല, അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നത് വൈകുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ടെൻഷൻ ആവുമ്പോൾ നിങ്ങൾ പുറകെ പോകും ഈ വ്യക്തിയുടെ. എന്താണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഉള്ള ആള്, ഈ വ്യക്തി വന്നിരിക്കുന്നത് പുതിയതായിട്ട് വന്ന് കയറിയിട്ടുള്ള ആളാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ബോയ്ഫ്രണ്ടിനോ ഗേൾഫ്രണ്ടിനോ ഹസ്ബൻഡിനോ വൈഫിനെയോ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പുതിയ ഒരു എനർജി. ഞാൻ ആ എനർജിയെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളുടെ കൂടെയുള്ള ഒരു എനർജി, വേറൊരാളുണ്ട് നിങ്ങളുടെ കൂടെ. ആ ആളെ കുറിച്ചാണ് ഈ വന്നിരിക്കുന്ന വ്യക്തി സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയെ കുറിച്ച് ഈ വന്നിരിക്കുന്ന ആള് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. കാരണം ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നു. നിങ്ങളെ വന്ന് ജോലി കഴിഞ്ഞ് പിക്കപ്പ് ചെയ്യുന്നു, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു, ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം കാണിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ പുതിയതായിട്ട് വന്ന് കയറിയിട്ടുള്ള ആള് എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. അപ്പൊ ആ ആൾക്കത് അറിയാം. കാരണം ഈ ആള് ഈ അനുഭവത്തിൽ കൂടെ പോയിട്ടുള്ളതാണ്. അപ്പോ ഇതിവിടെ പറഞ്ഞു വരുന്നത് ഇവരുടെ ഉദ്ദേശം നല്ലതാണ്. നിങ്ങൾക്ക് പക്ഷെ അത് ഇഷ്ടമാവില്ല. അതാണ് പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? അപ്പോ കുറച്ച് ഇവര് പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ഇവർക്ക് എന്താണ് പറയാനുള്ളത്. നിങ്ങൾ ഇപ്പൊ തന്നെ ആക്ഷൻ എടുക്കണമെന്നില്ല. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെയുള്ള ആളെ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ്, അത് പറയാനാണ് ഇവര് വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സോഡിയാക് സൈൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.